നമസ്കാരം. ഡൽഹി ജന്തർ മന്ദിറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമെതിരെ അതിരൂക്ഷമായ വിദ്വേഷ പരാമർശങ്ങളും വംശഹത്യ ആഹ്വാനവും നടത്തിയ കേസിൽ ടി.ജി. മോഹൻദാസിനെ കേരള പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം മട്ടാഞ്ചേരിയിലുള്ള ഇയാളുടെ വീട്ടിലെത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക സൈബർ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാത്രി തിരുവനന്തപുരത്തെത്തിക്കും. നാളെ കോടതിയിൽ ഹാജരാക്കും. അല്പസമയം മുമ്പ് എറണാകുളം മട്ടാഞ്ചേരിയിലെത്തിയ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. കേസെടുത്ത് 11ാം ദിവസമാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു ടി.ജി. മോഹൻദാസിന്റെ വിവാദ പ്രസ്താവന. ഇതേ തുടർന്ന് ആദ്യം പരാതി നൽകിയത് AAYF സംസ്ഥാന സെക്രട്ടറി ടി ജിസ്മോനായിരുന്നു. പിന്നാലെ നിരവധി പേർ പരാതി നൽകി. സൈബർ സെൽ ഓപ്പറേഷൻസ് IG-യെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയെങ്കിലും കേസെടുക്കാനെടുത്ത കാലതാമസം ചർച്ചയായിരുന്നു. നിലവിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. കേസിനാസ്പദമായ യൂട്യൂബ് വീഡിയോകൾ ചിത്രീകരിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ കണ്ടെത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമായിട്ടാണ് പോലീസ് സംഘം വീട്ടിൽ പരിശോധന നടത്തിയത്. ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും യുവതികളെയും ലക്ഷ്യമിട്ട് കടുത്ത അധിക്ഷേപ പരാമർശങ്ങളായിരുന്നു ഇയാൾ നടത്തിയത്. ഡൽഹിയിൽ കർഫ്യൂ പ്രഖ്യാപിച്ച ശേഷം പ്രക്ഷോഭകരായ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെപ്പ് നടത്തണമെന്നായിരുന്നു തന്റെ സോഷ്യൽ മീഡിയ ചാനലിലൂടെ ഇയാൾ ആഹ്വാനം ചെയ്തത്. എനിക്ക് ഈ സാഹചര്യം കൈയിൽ കിട്ടിയാൽ 4 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ കർഫ്യൂ പ്രഖ്യാപിക്കും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ 3 തവണ മൈക്കിൽ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേർ മരിക്കും, കുറെ പേർ മരിക്കില്ല. കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും എന്നായിരുന്നു മോഹൻദാസിന്റെ വിവാദ പരാമർശം. വെടിവെപ്പ് ആഹ്വാനത്തിന് പുറമെ സമരരംഗത്തുള്ള സ്ത്രീകളെയും പെൺകുട്ടികളെയും ലൈംഗികമായി അധിക്ഷേപിക്കുന്ന വാദങ്ങളും ഉയർത്തിയിരുന്നു. പ്രക്ഷോഭകർക്കിടയിൽ നിന്ന് പോലീസിനെ പിൻവലിച്ചാൽ അവിടെ കൂട്ടബലാത്സംഗം നടക്കുമെന്നും ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും പെൺകുട്ടികളുമാണ് സമരത്തിൽ പങ്കെടുത്തതെന്നുമാണ് ഇയാൾ വീഡിയോയിൽ പറഞ്ഞത്. പെൺകുട്ടികളെയും യുവജനങ്ങളെയും അങ്ങേയറ്റം നീചമായ ഭാഷയിലാണ് ഇയാൾ വിശേഷിപ്പിച്ചത്. പ്രക്ഷോഭകർക്കിടയിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ അവർ അടുത്ത രക്തസാക്ഷികളായി മാറുമെന്ന തരത്തിലുള്ള അധിക്ഷേപങ്ങളും പങ്കുവച്ച വീഡിയോയിൽ നടത്തിയിരുന്നു. സംഭവത്തിൽ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്ത് 10 ദിവസത്തിലേറെയായിട്ടും തുടർ നടപടികൾ വൈകുന്നതിൽ വലിയ രീതിയിലുള്ള ജനരോഷവും രാഷ്ട്രീയ വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. വിദ്വേഷ ആഹ്വാനം നടത്തിയ കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ശക്തമായതോടെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നിർണായകമായ നീക്കമുണ്ടായത്. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് സിറ്റി സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സൈബർ ഓപ്പറേഷൻസ് വിഭാഗത്തിന് നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ വിദ്വേഷ വീഡിയോ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യാൻ ഉൾപ്പെടെയുള്ള നടപടിയൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. ഇതായിരുന്നു വലിയ രോഷത്തിന് വഴിവെച്ചത്. വ്യാപക വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം മോഹൻദാസിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഉയർന്നിരുന്നു. വിദ്വേഷവും അധിക്ഷേപവും തുളുമ്പുന്ന പരാമർശങ്ങൾക്കെതിരെ നടപടിയില്ലാത്തത് ഇത്തരം പ്രചാരണങ്ങൾ തുടരാൻ പ്രോത്സാഹിപ്പിക്കുമെന്നും വിമർശനങ്ങളെത്തി. യൂട്യൂബ് കണ്ടന്റ് നീക്കാൻ ഇമെയിൽ അയച്ചിട്ടുണ്ടെന്നും സ്ത്രീകളെ അധിക്ഷേപിച്ചതിന് കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നുമായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് നൽകിയ വിശദീകരണം. അതേസമയം കേസെടുത്തിട്ടുണ്ടെന്നും അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആഭ്യന്തരമന്ത്രി അല്ലെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളോട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. ഞാനാണോ അറസ്റ്റ് ചെയ്യേണ്ടത്? ആഭ്യന്തരമന്ത്രിക്ക് അങ്ങനെ നിർദ്ദേശം നൽകാൻ സാധിക്കുമോ? തുടങ്ങിയ മറുചോദ്യങ്ങളായിരുന്നു ഈ വിഷയം മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോടായി ചോദിച്ചത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്, തുടർ നടപടി പോലീസ് സ്വീകരിക്കും എന്നല്ലേ തനിക്ക് പറയാൻ പറ്റൂ എന്നുമായിരുന്നു മാധ്യമങ്ങളോട് അദ്ദേഹം ചോദിച്ചത്. മുമ്പ് അർദ്ധരാത്രിയിൽ അർജുൻ ആയിങ്കയെ പൊക്കിയതുപോലെ ജനരോഷം ശക്തമായ പശ്ചാത്തലത്തിൽ വൈകുന്നേരത്തോടെ വിവാദ പ്രാസംഗികനെയും തൂക്കിയെടുക്കുന്ന കർശന നടപടിയിലേക്കാണ് കേരള പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ടി.ജി. മോഹൻദാസിനെതിരെ കൂടുതൽ ശക്തമായി തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.